ഒരു വർഷം ഒരു 100 പടം ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നുണ്ട്. 10 കൊല്ലത്തിലാണല്ലോ 1000 പടം. 1000 പടം ആവുന്നത് 10 കൊല്ലത്തിലാണ്. 100 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 100ൽ അഭിനയിക്കാൻ പറ്റൂല. ഒരു 10 ദിവസമെങ്കിലും ഒരു സിനിമയ്ക്ക് വെച്ച് വേണമെന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഈ സമയം കുറവായത് കൊണ്ടാണ് ഇത് 2000 നിന്നേക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്കൂട്ടി നോക്കുമ്പം ഒരു മനുഷ്യന് അഭിനയിക്കാൻ പറ്റുന്ന സിനിമകളുടെ എണ്ണത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. 5000 അല്ലെങ്കിൽ അത് എവിടെയോ എത്തേണ്ട ഒരു എണ്ണമാണ് ഇത്രയും സിനിമകൾ എന്ന് പറയുന്നത്. ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, ചേച്ചി ഫ്രെയിമിൽ വരുമ്പോൾ ചേച്ചി വല്ലാതെ അങ്ങ് ഡോമിനേറ്റ് ചെയ്യും. അതായത് കൂടെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ അമ്മക്കളി കൂടെ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നല്ല ആക്ടേഴ്സാണ്. ഇപ്പോൾ പൊന്നമ്മ ചേച്ചി ഉണ്ടാവും, ഒരേ ഫ്രെയിമിൽ തന്നെ പൊന്നമ്മ ചേച്ചി ഉണ്ടാവും, ലളിത ചേച്ചി ഉണ്ടാവും, മല്ലിക ചേച്ചി ഉണ്ടാവും, സുമ ചേച്ചി ഉണ്ടാവും, എല്ലാവർക്കും ഡയലോഗ് ഉണ്ടാവും. പക്ഷേ സുമ ചേച്ചി കയറി അങ്ങ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ ഫ്രെയിമിൽ നിന്ന് സുമ ചേച്ചിയാണ് നമ്മൾ, ബാക്കി എല്ലാവരും ഡയലോഗ് പറയുന്നെങ്കിൽ അവരെ ശ്രദ്ധിക്കും. അത് ഈ ഉള്ളടക്കത്തിൽ ഉള്ളൊഴുക്കിൽ ഉർവശിക്ക് ഇതുണ്ട്. ഉർവശിയും പാർവതി രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയാണെങ്കിലും നമ്മൾ ഫ്രെയിമിൽ രണ്ടുപേരും വന്നാൽ നമ്മൾ ഉർവശി മാത്രമേ നോക്കിയിരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു അങ്ങനത്തെ ഫ്രെയിമിൽ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ഫ്രെയിമിൽ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ബോധപൂർവം ചെയ്യുന്ന ഒരു ക്രൈമായിട്ടൊക്കെ, ബോധപൂർവം ചെയ്യുന്നു എന്നല്ല.